പി വി അൻവർ ഇനി മുതൽ യു ഡി എഫിന്റെ കരുത്തനായ പോരാളികളിൽ ഒരാളാണ്. മുന്നണി യോഗങ്ങളിലേക്ക് തൽക്കാലം പ്രവേശനമില്ല. അതാണ് യു ഡി എഫിന്റെ നയം. അങ്ങനെയായാലും യു ഡി എഫിന്റെ കരുത്തരായ ഘടകകക്ഷികൾ ഇനി പോരാടിനിറങ്ങാൻ അൻവറും പാർട്ടിയുണ്ടാകും. അൻവറിന്റെ ക്ഷമയ്ക്ക് യു ഡി എഫ് നൽകിയ ഉപഹാരമായി ഈ അസോസിയേറ്റ് പദവിയെ കാണാം. യു ഡി എഫിന് കരുത്ത് പകരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായ പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങുന്നതായി സൂചന വന്നു. മരുമോനിസം എന്ന വാക്ക് സ്വന്തമായി ഉണ്ടാക്കി കേരള രാഷ്ട്രീയത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത പി വി അൻവർ ബേപ്പൂരിൽ രംഗത്തിറങ്ങിയാൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ കടുത്ത രാഷ്ട്രീയ പോരിനാകും വേദിയാക്കുക. ബേപ്പൂരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറ്റി ഊരപ്പെടും. മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ മുഹമ്മദ് റിയാസിനുമെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അൻവർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. അത് ഏവർക്കും അറിയാവുന്നതാണ്, ഏവരും കേട്ടതാണ്, കണ്ടതാണ്. ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന കുത്തക സീറ്റായ ബേപ്പൂരിൽ അൻവർ രണ്ടും കൽപ്പിച്ചിറങ്ങുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. യു ഡി എഫ് ആണ്, എന്ത് അത്ഭുതവും സംഭവിക്കാം, അവർ എന്ത് ചെയ്യും. കഴിഞ്ഞ ദിവസം യു ഡി എഫ് അസോസിയേറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അൻവറിനെ ബേപ്പൂരിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡുകൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. യു ഡി എഫ് പ്രവർത്തകർ തന്നെയാണ് ബോർഡ് വെച്ചത്, ഒരു സംശയമില്ല. ബേപ്പൂരിലെ പല വിഷയങ്ങളിലും അൻവർ നേരത്തെ ഇടപെട്ടു വരുന്നു. ഫറോക്ക് പാലത്തിന്റെ പേരിലുണ്ടായ അഴിമതി ആരോപണത്തിൽ അൻവർ അതിശക്തമായാണ് രംഗത്തെത്തിയത്. വേണ്ടി വന്നാൽ ബേപ്പൂരിൽ റിയാസിനെതിരെ മത്സരിക്കാൻ തയ്യാറാണെന്ന് അൻവർ ആ സന്ദർഭത്തിൽ വെല്ലുവിളിച്ചു. ഏറെ നാളായി യു ഡി എഫ് പ്രവേശനം കാത്തുനിന്നാണ് പി വി അൻവർ. സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ചപ്പോൾ മുതൽ അൻവറിന്റെ ഏക ലക്ഷ്യമിതായിരുന്നു യു ഡി എഫിലേക്കുള്ള പ്രവേശനം. എന്നാൽ അമിത ആത്മവിശ്വാസത്തിൽ കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞതോടെ കാര്യങ്ങൾ കഴിഞ്ഞു പോയി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കടുത്ത നിലപാട് അൻവറിനെതിരായി. അന്നു മുതൽ അൻവർ മുന്നണി പ്രവേശനത്തേടി നിൽക്കുകയായിരുന്നു. കാത്തുനിന്നതിന് ഫലമുണ്ടായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടക്കം ഇതിനിടെ കടന്നുപോയി. അതോടെ അൻവറിന്റെ ക്ഷമ യു ഡി എഫ് മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അൻവർ പ്രതീക്ഷയോടെ നിന്നു. അതിനിപ്പോൾ ഫലമുണ്ടായി. ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻ ഭാഗമായിട്ടാണ് അൻവറിനെ കൂടെ കൂട്ടാൻ യു ഡി എഫ് തീരുമാനിച്ചത്. വയനാട്ടിൽ നിന്നുള്ള ആദിവാസി പാർട്ടിയെ ഒപ്പം നിർത്തണമെന്ന ആവശ്യം പ്രിയങ്ക ഗാന്ധിയുടെ ആയി. ഇതോടെ CK ജാനുവും പാർട്ടിയും യു ഡി എഫിന്റെ ഭാഗമായി. അതും അസോസിയേറ്റ് മെമ്പർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾ ലഭിക്കുന്ന എല്ലാ പ്രാധാന്യവും അൻവറിനും ജാനുവിനും ലഭിക്കില്ല. യു ഡി എഫ് യോഗങ്ങളിൽ ഇരുവർക്കും പങ്കെടുക്കാൻ തൽക്കാലം കഴിയില്ല. അഭിപ്രായം പറയാം. പുറത്തു സംസാരിക്കുന്ന ഒരു പാർട്ടി മാത്രമായി ഇരുവർക്കും പ്രവർത്തിക്കാം. സീറ്റിന്റെ കാര്യത്തിൽ അഭിപ്രായം ഇടതു മുന്നണി എടുക്കും. അവരെ അറിയിക്കാം. മുന്നണി യോഗത്തിൽ അതിനായി പ്രത്യേക വാദം ഉന്നയിക്കാൻ കഴിയുമെങ്കിലും യു ഡി എഫ് ആണ് തീരുമാനമെടുക്കുക. ഫലത്തിൽ യു ഡി എഫിന്റെ ഭാഗമാണെന്ന് പറയാം. പക്ഷേ യു ഡി എഫിന്റെ കരുത്തനായ ഒരു ഘടകകക്ഷിയായി ഇതാ പി വി അൻവറും പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും എത്തിയിരിക്കുന്നു എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു സംഭവ വികാസമാണ്.